പൾസർ സുനി ദിലീപ് ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ജോർജ് സ്പൂരത്തിന്റെ തൃശൂരിലെ ലൊക്കേഷനിലാണ് പൾസർ സുനി എത്തിയത്. പോലീസ് പിടിച്ചെടുത്ത ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസിന് കിട്ടി. സിനിമയുടെ ലൊക്കേഷനായിരുന്ന തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്ലബ്ബിലെ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുപ്പ് തുടരുന്നു. ജേസൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജേസൺ, പൾസറിനെ അറിയില്ല എന്ന ദിലീപിന്റെ മൊഴി, ഒപ്പം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് നടിക്ക് നൽകിയ ഉപദേശം, ഈ രണ്ട് കാര്യങ്ങൾക്കുപരിയായി ഇപ്പോഴത്തെ ചിത്രങ്ങൾ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ദിലീപിന് സുനിയുമായുള്ള ബന്ധത്തിന്റെ സൂചനകളാണ്. മാധു, ഏതായാലും പോലീസ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിനിടെയാണ് പൾസർ സുനിയും അതുപോലെ തന്നെ നടൻ ദിലീപും തൃശൂർ നഗരത്തിലെ ഒരു സ്ഥലത്ത് ഒരേ ടവറിന് കീഴെ അവർ രണ്ടുപേരുടെയും മൊബൈലുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ഈ ദിവസം പരിശോധിച്ചപ്പോഴാണ് 2016 നവംബർ 13 ഇത്തരത്തിലുള്ള ടവർ ലൊക്കേഷൻ കണ്ടെത്താനായത്. ഇതിനെ തുടർന്ന് പോലീസ് ആ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ പരിശോധനയും അന്വേഷണവും നടത്തി. ഈ അന്വേഷണത്തിനൊടുവിലാണ് ജോർജ് സ്പൂരത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായി തൃശൂർ നഗരത്തിലെ ഒരു പ്രമുഖ ക്ലബ്ബിൽ നടന്നുവെന്ന് തിരിച്ചറിയുന്നത്. ഈ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പോലീസ് തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്ലബ്ബിലെത്തി അന്വേഷണം തുടങ്ങുന്നത്. ആ ക്ലബിലെ വിശദമായ ചോദ്യം ചെയ്യൽ, അതായത് വിവിധ ജീവനക്കാരിൽ നിന്നും വിശദമായ മൊഴിയെടുക്കൽ നടന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിനുശേഷമാണ് ജീവനക്കാർ എടുത്ത ഫോട്ടോകൾ, അതായത് സെൽഫി അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ ജീവനക്കാർ എടുത്തിരുന്നു. ഈ ഫോട്ടോകൾ മുഴുവൻ പോലീസ് പരിശോധിക്കാനെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് പരിശോധിക്കുന്നതിനിടെയാണ് പോലീസിന് ഇത്തരത്തിലുള്ളൊരു ചിത്രം കണ്ടെത്തുന്നത്. കിട്ടിയത് അപ്പോൾ തന്നെ ഈ ചിത്രം പോലീസ് അവർ കൈമാറുകയും മാത്രമല്ല മൊബൈൽ ഫോണുകളിൽ നിന്ന് ജീവനക്കാരുടെ മുഴുവൻ ഫോണുകളിൽ നിന്നും ഈ ചിത്രം ഡിലീറ്റ് ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാന കാര്യം, ഈ പടം പകർത്തിയ മൊബൈൽ ഫോൺ പോലീസിന് ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ജീവനക്കാരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു വരികയാണ്. നാളെ മൊഴിയെടുക്കലുണ്ട്, ഇന്നലെയും മൊഴിയെടുത്തിരുന്നു. പ്രധാനമായും പോലീസ് ചോദിച്ചറിയുന്നത് ഈ ലൊക്കേഷനിൽ വെച്ച് പൾസർ സുനിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന ലൊക്കേഷനിൽ വെച്ച് എന്താണ് പ്രധാനമായും ദിലീപ് ചെയ്തുകൊണ്ടിരുന്നത്, അഭിനയിച്ചിരുന്നത്, മൊത്തം മൂവ്മെന്റ്സ്, അതായത് ദിലീപ് എന്തൊക്കെ ചെയ്തിരുന്നു, ദിലീപ് ആരോടൊക്കെ സംസാരിച്ചിരുന്നു, ദിലീപിന്റെ മുഖഭാവങ്ങൾ എന്തായിരുന്നു, ദിലീപിന്റെ മൂഡ് എന്തായിരുന്നു അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ഹെൽത്ത് ക്ലബിൽ നേരത്തെ ആക്രമിക്കപ്പെട്ട നടി വ്യായാമത്തിനായി എത്തിയിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കുറച്ച് നാളുകൾ ഈ നടി, അതായത് ഇപ്പോൾ ഈ ജോർജ് സ്പൂരം ഷൂട്ട് ചെയ്ത ക്ലബിൽ വ്യായാമത്തിനായി എത്തിയിരുന്നെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് പോലീസ് ഈ ചിത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു രീതിയിലും ഈ ചിത്രങ്ങൾ പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞു വന്നിരുന്നത് പൾസർ സുനിയെ അറിയില്ല എന്നായിരുന്നു. എന്നാൽ അത്തരത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, പൾസർ സുനി ജയിലിൽ കിടന്ന് ദിലീപിനായി എന്ന് പറയപ്പെടുന്ന കൊടുത്തുവിട്ട ഒരു കത്ത് എന്ന് പറയപ്പെടുന്ന ആ കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സൗണ്ട് ചോമ മുതൽ ജോർജ് സ്പൂരം വരെയുള്ള ലൊക്കേഷനുകളും, അതായത് ഈ സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നാണ് ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. ഈ കത്തും അതുപോലെ തന്നെ നേരത്തെ ദിലീപ് നടത്തിയ പ്രസ്താവനകളും ഇപ്പോൾ ലഭിച്ച ഫോട്ടോയും അടക്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവാണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ജോർജ് സ്പൂരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയിരിക്കുന്നു. ഒരു ദിവസം മാത്രമാണ് ഈ ക്ലബിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഒരൊറ്റ ദിവസത്തിന് ശേഷം പുറത്ത് പല സ്ഥലങ്ങളിലായിരുന്നു ഷൂട്ടിംഗ്. ആ ക്ലബിൽ നടക്കുന്ന ഒരു ദിവസം തന്നെ പൾസർ സുനി ആ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും പോലീസ് ആ ചിത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലീസ് കരുതുന്നത്, പെട്ടെന്നൊരു കാര്യം ചോദിച്ച ജീവനക്കാർക്ക് അന്നൊന്നും പൾസർ സുനി ആരാണെന്ന് അറിയുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. എന്നാൽ അപ്പോഴത്തെ കൂടുതൽ ചോദ്യങ്ങൾ മൊഴിയെടുക്കുന്നതിലൂടെ കൂടുതൽ വ്യക്തമാകാൻ, ഈ ദിലീപ് ആരോടൊക്കെ സംസാരിച്ചു എന്നത് കൂടുതൽ വ്യക്തമാക്കാൻ ഒരുപക്ഷെ ഈ ജീവനക്കാർ കഴിയുമായിരിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് തുടർച്ചയായി ഇവരിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കൽ തുടരും. മാധു, ജേസൺ, ഈ തൃശ്ശൂരിലെ പ്രമുഖമായ ഹെൽത്ത് ക്ലബ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ജീവനക്കാരുടെ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും മാധു, ഇന്നലെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അതായത് ഇപ്പോൾ പ്രധാനമായും പൾസർ സുനിയെ നാം ദൃശ്യങ്ങളിൽ കാണിക്കുന്ന പോലെ പൾസർ സുനിയെ കാണുന്ന, വളരെ വ്യക്തമായി കാണുന്ന
വളരെ വ്യക്തമായി പൾസർ സുനിയെ കാണുന്ന ആ ചിത്രങ്ങൾ എടുത്തത് ഒരു സെൽഫി, അതായത് അവിടുത്തെ ജീവനക്കാരൻ അവരുടെ സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് സെൽഫിയിലൂടെയാണ്. ഈ സെൽഫി എടുത്ത ജീവനക്കാരൻ ഇന്നലെ മൊഴിയെടുത്തു കഴിഞ്ഞു. ഇതിനു മുൻപും ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. നാളെ മറ്റു ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. 3 ജീവനക്കാരിൽ നിന്നാണ് പ്രധാനമായും മൊഴിയെടുക്കുന്നത്. ഇവരാണ് അവിടെ ഫോട്ടോകൾ സ്വാഭാവികമായും ദിലീപ് പോലുള്ള ഒരു നടൻ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് അത് കൗതുകമാണ്, ഒരു സന്തോഷമാണ്. അവർ ദിലീപിനൊപ്പം നിന്നുള്ള ചിത്രങ്ങൾ എടുക്കും, അത് മറ്റു രീതിയിലുള്ള ചിത്രങ്ങൾ എടുക്കും. ഈ ചിത്രങ്ങൾ എടുത്ത പ്രധാനമായ 3 ജീവനക്കാരുണ്ട്. ഈ 3 ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു വരികയാണ്. നാളെയും പോലീസിന് മുമ്പിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മൊഴിയെടുക്കൽ തുടരുന്നതിനൊപ്പം തന്നെ ഈ സെൽഫി എടുത്ത ഫോൺ പോലീസിന് മുമ്പിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. മധു.